ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഉള്ള ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനിങ്ങനെ കാപ്പി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ എനിക്ക് മസ്റ്റാണ്. അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കല വീട്ടിലേക്ക് ഇതേ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അച്ചാച്ചനാണ് കേട്ടോ. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അറിയാണ്ട് പോയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഏകദേശം 90 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ആളുടെ വീട്ടിൽ ആരും തന്നെ ഇല്ല കേട്ടോ, തന്നെയാണ് താമസിക്കണത്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മീനൊക്കെ വാങ്ങിച്ച് കറി വെച്ചിട്ട് അത്ര വന്നിരിക്കണത്. ഇപ്പോൾ ഏകദേശം ഒരു 9 മണി ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ ആൾ വന്ന് വിളിച്ചിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് ഇന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, നല്ല ഈ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ആളെ. അപ്പോൾ ആളുടെ പേര് കുഞ്ഞുറ്റി എന്നാണ് കേട്ടോ പേര്. പണ്ടത്തെ മനുഷ്യനല്ലേ, കുഞ്ഞുറ്റി എന്നൊക്കെയാണ് പേര്. അങ്ങനെ കുറച്ച് നേരം ആളോടൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പം അമ്മ പുട്ടും പയറാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചെറുപയർ, പുട്ടും ചെറുപയറും. അപ്പോൾ കുറേ ദിവസമായിട്ട് പുട്ട് കഴിക്കാനായിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ പുട്ടും പയറും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ വളരെ സ്ലോ ആണ്. കാഴ്ചകളൊക്കെ കണ്ടിരുന്നിട്ട് പതുക്കെ പതുക്കെ ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് എടുക്കാനായിട്ട് ഒരു പണി ഉണ്ടാവില്ല, കാരണം അമ്മമാരെല്ലാം ആദ്യം ചെയ്ത് വയ്ക്കുമല്ലോ. അങ്ങനെ ഞാൻ പോയിട്ട് കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടീഷ്യൻ നിർബന്ധമാണ്. അല്ല, നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴായാലും കുറച്ച് വൃത്തിക്കൊക്കെ നിൽക്കണമല്ലോ. അപ്പോൾ ഞാൻ കണ്ണൊക്കെ ഒന്ന് എഴുതി ഒന്ന് കുറേയൊക്കെ വരച്ച് നല്ല സുന്ദരിയായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മേക്കപ്പ് പരിപാടിക്ക് ചെറിയ രീതിയിൽ കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെയാണ്, നല്ല വൃത്തിക്കൊക്കെ നിൽക്കണം എന്നുള്ള ഒരു ആളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വീട്ടിൽ നിൽക്കാറുള്ളത്. ജസ്റ്റ് ഒന്ന് കണ്ണെഴുതും, പിന്നെ എന്തെങ്കിലും കുറിയൊക്കെ വരയ്ക്കും. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോഴുള്ളൊരു കോലം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ബ്യൂട്ടീഷ്യൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് കൂട്ടാം, അപ്പോൾ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്, വീട്ടിലെല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് ഫാനൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ചൂടൊന്ന് ആറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലേ കുറച്ച് വിശപ്പാണ്. അപ്പോൾ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. ഇത് എൻ്റെ അമ്മായിമ്മ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഓണത്തിന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ലാസ്റ്റ് ആപ്പിളാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഇനി എടുത്തു വയ്ക്കേണ്ട, തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തൊലിയൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആപ്പിൾ തൊലി ചെത്താണ്ട് കഴിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. അപ്പോൾ തൊലിയൊക്കെ ചെത്തി ഞാനതിങ്ങനെ മുറിച്ച് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഏകദേശം ഫുഡിങ് പരിപാടിയാണ് ഏറ്റവും കൂടുതലുണ്ടാവുക. കാരണം എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയ എല്ലാവർക്കും അറിയാം, തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടിയുമായിരിക്കും. പിന്നെ അമ്മമാർ അങ്ങനെ ചെയ്യിപ്പിക്കാറുമില്ല എന്നാണ് എനിക്ക് തോന്നണത്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ, കല്യാണം കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കണ നേരത്താണ് എൻ്റെ വീട്ടിലേക്ക് ഒരു ഡെലിവറി ബോയ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് ഇത് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വക ഗിഫ്റ്റാണെന്ന്. അപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കേണ്ട, എനിക്കിത് ഫസ്റ്റ് ഓൾറെഡി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ റിംഗ് ലൈറ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ വക, അവനെ അബ്രോഡ് പോയിട്ട് ഏകദേശം ഒരു 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അവൻ്റെ വക ഒരു ഗിഫ്റ്റാണ്. ഓണം പ്രമാണിച്ച് ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ, റിംഗ് ലൈറ്റും അതുപോലെ തന്നെ ചേട്ടനുള്ള ഇയർബഡ്സും. അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായി. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഇനി ഫുഡ് കഴിക്കേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മീൻകറി ഉണ്ടായിരുന്നു. മീൻകറി എനിക്ക് കഴിക്കാനായിട്ട് എന്തോ താല്പര്യമില്ല. അപ്പോൾ അയല മീനായിരുന്നു കേട്ടോ. അപ്പോൾ അയലയുടെ തല കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അയലത്തലി എടുത്തു, പിന്നെ ചെറുപയർ, രാവിലെ പുട്ടിൻ്റെ ചെറുപയർ എടുത്തു, പിന്നെ ഇഞ്ചമ്പുളി, ഓണത്തിൻ്റെ ഇഞ്ചമ്പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചുകൊണ്ടിരിക്കണത്. ചോറ് കഴിക്കാനായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ളത്. പിന്നെ കഴിക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ വിശക്കില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ
ചോറുണ്ട് കഴിഞ്ഞിട്ടേ ഞാൻ കുറച്ച് നേരമൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കിടന്ന് എണീറ്റ് വന്നപ്പോഴേ ഒന്നാമത് എനിക്ക് ഭയങ്കര ജലദോഷം ഉണ്ടായിരുന്നു. പിന്നെ കിടന്ന് എണീറ്റ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് കൂടി, ചുമയുണ്ട് ജലദോഷമുണ്ട്. അപ്പോൾ ഞാൻ ചുക്ക് കാപ്പി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് തുളസിയും പനിക്കൂർക്കയും ചുക്കും ഒക്കെ കൂടി ഇട്ടിട്ട് ഒരു കാപ്പി അങ്ങോട്ട് വെച്ചു, കുരുമുളകൊക്കെ കൂടി ഇട്ടിട്ട്. അപ്പോൾ അത് കുടിച്ചപ്പോൾ നല്ലൊരു സുഖമായി. പിന്നെ അച്ഛനുണ്ടായിരുന്നു, അച്ഛന് ചായയൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഉമ്മറത്തൊക്കെ ഇരുന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ചപ്പോൾ ഒരു സുഖമായിട്ടാ. അപ്പോൾ ഞാനെന്താ ചെയ്യണേന്നുള്ള നോട്ടാണ് അച്ഛന്. കുറേ നേരം ഇവള് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കണം, അപ്പോൾ എന്താ ചെയ്യണേന്നുള്ള നോട്ടാണ്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈവനിങ് ടൈം ചായ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു നടത്തം പതിവാണ്. അപ്പോൾ നമ്മുടെ ഈ റോഡ് വരെ തന്നെയാണ് പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ പോയപ്പോഴാണ് നമ്മുടെ താഴെ ഒരു വീട് ഇങ്ങനെ പൊളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇവിടെ താമസമായപ്പോൾ തൊട്ട് ഞാൻ കണ്ടു തുടങ്ങിയ ഒരു വീടാണ്. ഭയങ്കര പഴയതായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അത് അവിടുത്തെ ഒരു അമ്മയും മോനാണ് ഉണ്ടായിരുന്നത്. 2 പേരും മരിച്ചു. അപ്പോൾ അവിടുത്തെ മോൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ആഴ്ച മുൻപ് സൂയിസൈഡൊക്കെ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ വീടൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോന്നു. അപ്പോൾ നടന്ന് വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു റിലാക്സേഷനാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴേ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഞാൻ കുറച്ചിങ്ങനെ ചുറ്റിയടിച്ച് നടക്കും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ വീട്ടിലൊരു പൂവ് ഉണ്ടായിട്ടുണ്ട്, മറ്റേ സൂര്യകാന്തിയുടെ പോലത്തെ ഒരു പൂവാണ് കേട്ടോ. അപ്പോൾ ഓണം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീട്ടിൽ പൂക്കളൊക്കെ പുതിയതായിട്ട് ഉണ്ടായി വരണത്. അപ്പം അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ മുറ്റടിച്ചു വാരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അവിടെ നിന്നിട്ട് എന്നോട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അച്ഛൻ അറിയാൻ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അടിച്ചൊക്കെ വാരി അമ്മ വരുമ്പോഴത്തേക്കും വീടൊക്കെ വൃത്തിയായിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ അമ്മ വരുമ്പോൾ അപ്രീസിയേഷൻ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ കേൾക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടമാട്ടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ ആൻറ്റി വർത്താനം പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു. ആൻറ്റിക്കും പനിയും ജലദോഷമൊക്കെ ആയിട്ട് കുറേ നാളായിട്ട് ജോലിക്ക് പോകാണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കും ജലദോഷമാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ഒരു 6 മണിയായപ്പോൾ എൻ്റെ അമ്മ വരേണ്ട നേരമായി. അങ്ങനെ അമ്മ വന്നപ്പോൾ നമ്മൾ അർജുൻ്റെ കേസ് ഇങ്ങനെ ഫുള്ള് ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, എന്തായി എന്തെങ്കിലും ആയോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ ടി വിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡിനുള്ള സ്പെഷ്യൽ വഴുതനങ്ങ വറുത്തത്, തലേദിവസത്തെ മീൻകറി, ചെറുപയർ, മീൻ വറുത്തത് ഇതൊക്കെ ആയിരുന്നു. എങ്ങനെ എന്തിട്ടാന്ന് ഇത് ചോറ് ഞങ്ങള് പാവപ്പെട്ടവരൊക്കെ ഇങ്ങനെ ഇട്ടു എന്നിട്ട് വിഴുങ്ങും. പച്ചച്ചോറാണോ നീ തിന്നണത്? ഞാനിങ്ങനെ ഫുഡിൻ്റെ വീഡിയോസൊക്കെ എടുത്തപ്പോഴേ ഉണ്ണി എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും ഫുഡൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു സ്ഥലമുണ്ട്, ഒരു ടേബിളിൻ്റെ മൂലയ്ക്കലാണ് ഞാൻ പോയി ഇരുന്ന് കഴിക്കുക. അപ്പോൾ ഒരു ചെറിയ സ്റ്റൂളുമ്മേ കാലും കയറ്റി വെച്ചിട്ട് അങ്ങനെയാണ് എൻ്റെ ഒരു രീതി എന്ന് പറയണത്. അങ്ങനെ ഞാൻ ടിവിയും കണ്ട് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വേഗം തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ചേട്ടൻ വിളിക്കും, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ വിളിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.